പന്തളം നഗരസഭയിൽ ബി.ജെ.പി. അധികാരം നിലനിർത്തി. ബി.ജെ.പി. കൗൺസിലർമാർക്ക് പുറമെ സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയോടെ ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങൾ ബി.ജെ.പി. നിലനിർത്തി. എൽ.ഡി.എഫ്, യു.ഡി.എഫ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ നഗരസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമം നടന്നിരുന്നു. ബി.ജെ.പി. കൗൺസിലർമാർക്ക് പുറമെ നഗരസഭയിൽ സ്വതന്ത്ര അംഗമായിരുന്ന രാധാകൃഷ്ണൻ ഉണ്ണിത്താനും ബി.ജെ.പിയെ പിന്തുണച്ചു. ഇതോടെ ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം 19ആയി. അച്ഛൻകുന്നൻ ജോണിനെ ചെയർമാനായി തെരഞ്ഞെടുത്തപ്പോൾ വൈസ് ചെയർപേഴ്സണായി യു രമ്യ രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ ഇവരെ പിന്തുണച്ച സ്വതന്ത്ര അംഗം രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ പിന്നീട് ബി.ജെ.പിയിൽ ചേർന്നു. ഇരു സ്ഥാനങ്ങളിലേക്കും എൽ.ഡി.എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് 9 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. 5 യു.ഡി.എഫ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പന്തളത്ത് ഇന്ത്യ മുന്നണിക്ക് നാണംകെട്ട തോൽവിയാണ് ലഭിച്ചതെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. എൽ.ഡി.എഫ്, യു.ഡി.എഫ് കൂട്ടുകെട്ടിനുള്ള മറുപടിയാണ് സ്വതന്ത്ര അംഗം ബി.ജെ.പിക്കൊപ്പം ചേർന്നതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു. വലിയ തിരിച്ചടിയാണ് ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന ഒരു സ്വതന്ത്ര അംഗം പോലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി ഞങ്ങളോടൊപ്പം വന്നിരിക്കുക. 18 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഞങ്ങളോടൊപ്പം ഇന്ന് ഒരു സ്വതന്ത്ര അംഗം കൂടി ചേർന്ന് ഞങ്ങളെ 19 അംഗങ്ങളുള്ള പ്രസ്ഥാനമായിട്ട് പാർട്ടിയായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. പ്രാദേശിക തലത്തിലെ ഇന്ത്യ സഖ്യം തുറന്നു കാണിക്കപ്പെടുകയാണെന്ന് ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ വി എ സൂരജ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് എങ്ങനെയും ബി.ജെ.പി. ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. അവർ പരസ്പരം ഒന്നിച്ചുകൊണ്ട് ആരെയൊക്കെ കൂട്ടുപിടിക്കാമോ, എന്തൊക്കെ ചെയ്താണെങ്കിലും ഈ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം പൊളിഞ്ഞു. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പന്തളത്തെ ജനതാൽപര്യ ഭരണ മുന്നേറ്റം തുടരുമെന്ന് പുതിയ ചെയർമാൻ. ഇനി കേവലം 11 മാസമേ ഉള്ളൂ. ഈ 11 മാസത്തിനുള്ളിൽ ഈ പ്രോജക്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു തീർക്കണം. അപ്പോൾ അതിന് ഭയങ്കരമായ ഒരു പ്രയത്നമുണ്ട്. എൻ്റെ കൂടെയുള്ള കൗൺസിലേഴ്സും എന്നെ സഹായിക്കുന്നവരും കൂടെ നിന്ന് പ്രവർത്തിച്ച് വേണ്ടതായ നല്ല രീതിയിലത് കൊണ്ടുവരും എന്നുള്ള ശുഭാപ്തി വിശ്വാസം. മുൻ നഗരസഭാധ്യക്ഷ സുശീല സന്തോഷ്, ഉപാധ്യക്ഷ യു രമ്യ എന്നിവർക്കെതിരെ എൽ.ഡി.എഫ് കൊണ്ടുവരാൻ ശ്രമിച്ച അവിശ്വാസത്തിന് യു.ഡി.എഫിന്റെ പിന്തുണ ലഭിച്ചിരുന്നു. ഈ അവിശ്വാസം അവതരിപ്പിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ ഇരുവരും ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങൾ രാജിവെച്ചു. ഇതേ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. നിലവിൽ പന്തളം നഗരസഭയിൽ ഭരണകക്ഷിയായ ബി.ജെ.പിക്ക് 19, എൽ.ഡി.എഫ് 9, യു.ഡി.എഫ് 5 എന്നിങ്ങനെയാണ് കക്ഷിനില. CPM കോൺഗ്രസ് ഭരണ അട്ടിമറി ശ്രമങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞതിൽ ബി.ജെ.പി. പ്രവർത്തകർ പന്തളത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. അതേസമയം പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട നഗരസഭാ കൗൺസിലർ കെ.വി. പ്രഭയുടെ സസ്പെൻഷൻ ബി.ജെ.പി. പിൻവലിച്ചു. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. ജനം, പത്തനംതിട്ട.